കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിൽ നിറഞ്ഞ സദസ്സിന് ചലച്ചിത്ര അവാർഡ് നൈറ്റും കടൽ മ്യൂസിക്കൽ ബാൻഡിന്റെ സംഗീത വിരുന്നും നടന്നു. ഞാനോ പിശിക്കുന്നത് ജീവിതത്തിൽ അറിയാത്ത എന്നോടാ താൻ 2000 രൂപ പെട്രോൾ അടിച്ചോ, പിന്നെ അതിൽ നിന്നൊരു 100 രൂപയ്ക്ക് ഫുൾ അടിച്ചോ. കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിൽ നിറഞ്ഞ സദസ്സിൽ ചലച്ചിത്ര അവാർഡ് നൈറ്റും കടൽ മ്യൂസിക്കൽ ബാൻഡിന്റെ സംഗീത വിരുന്നും നടന്നു. ചലച്ചിത്ര താരങ്ങൾ, സംവിധായകർ എന്നിവർക്ക് സംഘാടക സമിതി അംഗങ്ങളും വിശിഷ്ട വ്യക്തികളും ചേർന്ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് പാട്ടും ഡാൻസും അടങ്ങിയ ഗോൾഡൻ റീൽസും നടന്നു. നിരവധി പേരാണ് ബീച്ച് ഫെസ്റ്റിവലിൽ എത്തിയത്. വെള്ളിയാഴ്ച രാവിലെ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു. ഈ നാട്ടില് ആദ്യമായിട്ടാണ് വരുന്നത്. വളരെ വരുന്ന വഴിക്ക് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ളൊരു നാടാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. എങ്ങനെ ഇവിടെ എത്തിയതെന്ന് അറിയില്ല. ഇപ്പോൾ വന്ന് ഏകദേശം ഒരു 11 വർഷമായി. എന്നെ കൊണ്ട് സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് അതേപോലെ എൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. പിന്നെ ഒരുപാട് കാലമായ ഒരു അവാർഡൊക്കെ കിട്ടിയിട്ട് ഈ അവാർഡിന് ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത് ഏറ്റുവാങ്ങാൻ സാധിച്ചത്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അത് ആൺപ്രതിമയാണോ പെൺപ്രതിമയാണോ എന്ന് ഞാൻ അതിനകത്ത് എന്തിനാണ് എനിക്ക് പെൺപ്രതിമ വേണ്ട എന്ന് പറയുന്നിടത്ത് എന്തിനാണ് ഈ സമൂഹത്തിന്, സൊസൈറ്റിയോട് ഞാൻ എന്ത് സ്ത്രീവിരുദ്ധതയാണ് പറയുന്നത്? ഞാൻ പറയുന്നത് സ്ത്രീകളെ അങ്ങനെ ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കരുതെന്നാണ്, അവരെ ആദരിക്കണമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ത്രീ ശരീരത്തെ മാത്രം ഇങ്ങനെ ശില്പമായിട്ടും ചിത്രമായിട്ടും വരച്ചു വയ്ക്കുന്നത്? ഞാൻ ഈ പ്രതിമ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ ഭാര്യയ്ക്കും സമർപ്പിക്കുന്നു. ആയിരങ്ങൾ